വെള്ളക്കടലാസുകളിൽ നിന്നും വെളുത്ത സ്ക്രീനുകളിലേക്ക് സന്നിവേശിക്കപ്പെട്ട ഒരുപാട് കഥയും കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളുമെല്ലാം നമുക്ക് സമ്മാനിച്ച അതുല്യനായ എഴുത്തുകാരൻ ഡെന്നിസ് ജോസഫ് സാറിന്റെ ഓർമ്മകൾ തുടരുകയാണ്. നമ്മൾ എഴുത്തിനെക്കുറിച്ച് പറഞ്ഞു, കഥയെക്കുറിച്ച് പറഞ്ഞു, കഥാപാത്രങ്ങളെക്കുറിച്ച് പലതവണ ആവർത്തിച്ചു. ഉറപ്പായിട്ടും ഇനി ഇവിടെ വരേണ്ടതൊരു സംവിധായകനാണ്. നമ്മളോടൊപ്പം ഡെന്നിസ് സാറിന്റെ ഒരുപാട് തിരക്കഥകൾ നമുക്ക് വേണ്ടി സിനിമയാക്കിയിട്ടുള്ള ഒരാളാണ്. സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഇത്തരത്തിലൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തിരക്കുകൾക്കിടയിൽ വ്യക്തിപരമായ പലതരത്തിലുള്ള തിരക്കുകൾക്കിടയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും യാത്ര ചെയ്താണ് എറണാകുളത്ത് നിന്ന് ഇതിന്റെ ഷൂട്ടിങ്ങിലേക്ക് അദ്ദേഹം സമയത്ത് എത്തിയിട്ടുള്ളത്. നന്ദിപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം ഡെന്നിസ് ജോസഫ് എന്ന ആ എഴുത്തുകാരനുമായിട്ടുള്ള ദൃഢമൈത്രിയുള്ള ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളെ കൂടി ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഹൃദയപൂർവ്വം. പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ടി.എസ്. സുരേഷ് ബാബു സാർ. സുരേഷ് ബാബു സാർ, നമസ്കാരം. നമസ്കാരം. ഞങ്ങള് ഡെന്നിസ് സാറിന്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സുരേഷ് ബാബു സാറിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ഈ 8 സിനിമകൾ ഉണ്ടെന്നോ? 8 സിനിമ, പിന്നെ ഒരു 5 സിനിമ നടക്കാതെ പോയിട്ടുണ്ട്. നടക്കാതെ പ്ലാൻ ചെയ്ത് എഡ്ജ് വരെ വന്നിട്ട് നടക്കാതെ പോയിട്ടുണ്ട്. ആദ്യം ഒന്നിച്ച് ചെയ്ത പടം കോട്ടയം കുഞ്ചനാണ്. കോട്ടയം കുഞ്ചിന് മുമ്പ് ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട്. അതായത് ശംഖുനാഥം എന്ന പടത്തില് മമ്മൂക്കയുടെ പോർഷൻസ് മുഴുവൻ എഴുതിയത് ഡെന്നിസ് ജോസഫ് ആണ്. അത് 2 ഷെഡ്യൂളായിട്ടായിരുന്നു. അത് പാപ്പനംകോട് ലക്ഷ്മണൻ ചേട്ടായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ്. മമ്മൂക്ക അതിനകത്ത് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം സെക്കൻഡ് ഷെഡ്യൂളാക്കി. അപ്പൊ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒരു ബലം വേണം തോന്നി, മൊത്തം ഒരു ആക്ഷനൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂക്കയാണ് വിളിച്ച് ഡെന്നിസിനോട് സജസ്റ്റ് ചെയ്തത്. ഡെന്നിസ് 2 ദിവസം കൊണ്ട് ഫുൾ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ പോർഷൻ മുഴുവൻ എഴുതി തന്നു. ഫുൾ സെക്കൻഡ് ഹാഫ് ഫുള്ളായിട്ട് ഒരു നടന്റെ പോർഷൻ മാത്രം എഴുതി ഡെന്നിസ് സാറാണ്. അതെ, സെക്കൻഡ് ഹാഫ് ഫുള്ള് മമ്മൂക്കയുടെ പോർഷൻ 2 ദിവസം കൊണ്ട് എഴുതി തന്നു. 2 ദിവസം. അത് കഴിഞ്ഞ് കോട്ടയം കുഞ്ചനാണ്. അതെ, ഞങ്ങൾ വർക്ക് ചെയ്തത്. അതെ, അന്ന് സമയത്തെ നമ്മൾ മമ്മൂക്ക അന്ന് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളും സെറ്റപ്പുകളും വെച്ചിട്ടും ഡെന്നിസ് സാർ അന്ന് എഴുതിയിരുന്ന സിനിമകൾ നമ്മൾ ആ സിനിമകൾ പരിശോധിച്ച പലതും മാസ സിനിമകൾ പോലുള്ള സിനിമകളൊക്കെയാണ്. ആ സമയത്ത് കോട്ടയം കുഞ്ഞച്ചൻ സത്യത്തിലൊരു റിസ്ക് ആയിരുന്നല്ലോ. ഇറങ്ങുന്നതിന് മുമ്പ് വിജയിച്ചപ്പം എല്ലാ റിസ്കുകളും നമ്മൾ തരണം ചെയ്തു, സമ്മതിച്ചു. എനിക്ക് തോന്നുന്നത് ഈ KT കുഞ്ഞുൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന് മുമ്പ് ആദ്യം പ്രൊഡ്യൂസറിന്റെ പേരിടുന്ന ഒരു പ്രൊഡ്യൂസറാണ് എം മണി. അത് കഴിഞ്ഞ ഡയറക്ടറിന്റെ പേര് പല പടങ്ങളിലും അന്ന് പോസ്റ്ററി കണ്ടിട്ടുള്ളൂ അല്ലേ, സുനിത പ്രൊഡക്ഷൻസ്. ഇതും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ, അത്തരത്തിലുള്ളൊരു പ്രൊഡ്യൂസർ മമ്മൂക്ക, ഡെന്നിസ് സാറ്, ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന അത്രയും ജോവിയലായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് ഡെന്നിസ് സാറും സുരേഷ് ബാബു സാറും എങ്ങനെയാണ് എത്തിയത്? അതെ, ആക്ച്വലി ഞാനൊരു 3-4 പടം ചെയ്തു. ലാസ്റ്റ് പടമാണ് ഈ ശംഖുനാഥം. അതിലെ ഏറ്റവും രസം എൻ്റെ എല്ലാ പടത്തിലും വലിയ വലിയ താരങ്ങളാണ്. മമ്മൂക്ക, മോഹൻലാൽ, നസീർ സാറെ ഒക്കെ വെച്ച് ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു നല്ല ഗ്യാപ്പ് വേണം. അപ്പോൾ മമ്മൂക്ക വിളിച്ച് ചോദിച്ചു, എന്താണ് ഈ നല്ല ഗ്യാപ്പ് വീടുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല സ്ക്രിപ്റ്റ് ആയിട്ടില്ല. അങ്ങനെയാണ് ഒരു കാര്യം 2 ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് വന്നു. നേരെ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഡെന്നിസ് ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ പറഞ്ഞു, ബാബുവിനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ശംഖുനാഥത്തിൻ്റെ കറക്ഷനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു, ഉഗ്രൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. മമ്മൂക്ക പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക ഡെന്നിസ് സാർ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് മമ്മൂക്കയും കാണിച്ചിട്ട് നേരെ റൂമിനകത്തേക്ക് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഉടനെ എഴുതും എന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നിസ് പറഞ്ഞൊരു കാര്യം ചെയ്യും, മമ്മൂക്ക പൊയ്ക്കോ, മമ്മൂക്കയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരാം, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ മമ്മൂക്ക പോയാണ് ഡെന്നിസ് എന്നോട് പറഞ്ഞത്, ഡെന്നിസിനൊന്ന് 10 പടം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. 10 പടം. കാരണം എല്ലാ വലിയ ഡയറക്ടേഴ്സും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ തുടങ്ങാൻ നിൽക്കുകയാണ്. ഇൻക്ലൂഡിങ് ശശിയേട്ടൻ, IV ശശിയേട്ടൻ, ഹരൻ സാറ്, ഭരതേട്ടൻ, ജോർജ് സാറ്, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. രജനീകാന്ത് വരെ. അത് അടുത്തത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അത് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മമ്മൂക്ക ഡെന്നിസ് എന്നോട് ചോദിച്ചു. ഡെന്നിസ് പറഞ്ഞു, ഇതുപോലെ ഞാൻ മമ്മൂക്കയോട് ചോദിക്കുകയാണ്, ഈ പ്രോജക്റ്റ് നടക്കുമോ? നടന്നാൽ ഞാൻ എഴുതാനിരിക്കാം. കാരണം ബാബുവിനെ എനിക്ക് ഇഷ്ടമാണ്, മമ്മൂക്കയ്ക്ക് അത്രയും തന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എഴുതാനിരിക്കാം. അതാണ് മമ്മൂക്കയോടൊക്കെ ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞു, വെരി സീരിയസ്, ഈ പ്രോജക്റ്റ് നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞു, ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ പടമുണ്ട്. അത് രജനീകാന്ത്, മമ്മൂക്ക, വെൺമേഘ ഹംസങ്ങൾ എന്ന് പറഞ്ഞ പടം പ്രോജക്റ്റ്. ആര് ഡയറക്ഷൻ? ഡെന്നിസ് ജോസഫ്.
ഇത് ഞാൻ ഇപ്പൊ എന്റെക്ക് ആദ്യമായിട്ട് കേൾക്കാം. ഇതൊരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. രജനീകാന്തും മമ്മൂക്കയും കൂടെ ഉള്ള ഒരു പാട്ടും ഡയറക്റ്റ് ചെയ്യാൻ ദേവേട്ടൻ അറിയായിരുന്നു. ഇത് ഇല്ല, എനിക്കറിയില്ല. അവിടെ ബാബുചേട്ടനോ? എനിക്കറിയാം. ഞാൻ പക്ഷെ ഇത്ര ഈ കാസ്റ്റിംഗ് ഇങ്ങനെയാണെന്ന് അറിയില്ല. അതിന്റെ ഒരു കഥയുടെ ഒരു ത്രെഡ് കൊടുത്തത് മോഹൻജിയാണ്. അദ്ദേഹം പറയാത്തതാണ്. ഒരു സ്ഥലത്ത് നിന്നൊക്കെ കണ്ട് ഒരു ഇംഗ്ലീഷ് പടത്തിൽ നിന്നൊക്കെ കൊണ്ട് കൊടുത്തത് അദ്ദേഹമാണ്. അതെ അതെ അതെ. എന്തെല്ലാം കഥകളാ. അല്ല, എന്താ ഡെന്നീസിന്റെ പല സിനിമകൾക്കും പല ത്രെഡുകൾ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാത്തതാണ്. ഡെന്നീസ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫ്രെയിമുണ്ട്, കാര്യങ്ങളുണ്ട്. കണ്ടമാനം നോവൽ വായിക്കും. ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന നോവലേ ഡെന്നീസ് വായിക്കുള്ളൂ. ഇദ്ദേഹം മുഴുവൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. മോഹൻജി അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ആ ഒരു പടം ഡയറക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, വേണമെങ്കിൽ തള്ളി വെക്കാം, അടുത്തത് നമ്മുടെ എഴുതാതിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞു. കുറേ 2-3 ത്രെഡുകൾ എൻ്റെ ഒക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം ഹെവി കോസ്റ്റ്ലിയാണ്. അന്ന് ഞാൻ വളരെ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ മണി സാറ് ഓൾറെഡി എൻ്റെ ഒക്കെ ഒരു പടം ചെയ്യണമെന്ന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ഓൾറെഡി എൻ്റെ ഒക്കെ ഒരു അഡ്വാൻസ് കിടപ്പുണ്ടായിരുന്നു. അതിനു മുമ്പേ പൊന്നും കുടത്തിന് പൊട്ടുന്ന ഒരു പടം അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, എനിക്കൊരു പടം എന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞാനും ഡെന്നീസും കൂടെ ഇരുന്ന് ഒരു 3-4 ത്രെഡ് കഴിഞ്ഞ് ഇങ്ങനെ പടം ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വർക്കൗട്ടാണല്ലോ, എല്ലാം ഹെവി കോസ്റ്റ്ലി സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ പറയും എനിക്ക് സംഘം ഒന്ന് ഇറങ്ങി. അപ്പോൾ ഡെന്നീസിന് ഞങ്ങൾ രണ്ടുകൂടെയാണ് സംഘം ഒന്ന് കാണാൻ പോയത്. പക്ഷേ എൻ്റെ സെക്കൻഡ് ഹാഫായിരുന്നു കുഴപ്പം. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ പറയും എനിക്ക് സംഘംമാതിരി ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു നോവൽ എടുത്ത് എൻ്റെ തന്നു. അതാണ് മുട്ടത്ത് വർഗീസ് സാറിൻ്റെ വേലി എന്നുള്ള നോവൽ. അത് ഞാൻ വായിച്ചിട്ട് എൻ്റെ പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡെന്നീസേ, നിങ്ങൾ എല്ലാ പടങ്ങളും ഇങ്ങനെ നിങ്ങളുടെ ഹിറ്റാണ്, ഞാൻ എൻ്റെ എല്ലാ പടങ്ങളും ആവറേജാണ്. അടുത്ത സിനിമ സക്സസ് ആണെങ്കിൽ ഞാൻ TS സുരേഷ് ബാബു ഫിലിമിലുണ്ട്. കാരണം 40 പടത്തോളം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ് ഞാൻ. എനിക്ക് വേറെ പണി അറിയില്ല. ഇനി ഈ 4 പടം ഡയറക്റ്റ് ചെയ്തിട്ട് ഇനി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകാനും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ മമ്മൂക്ക അടക്കമുള്ള ആൾക്കാരെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രോജക്റ്റ് നിങ്ങൾ ഫൈനൽ ചെയ്യുക, നിങ്ങൾക്ക് ഓടും എന്ന് തോന്നുന്ന ഒരു ഫൈനൽ ചെയ്ത് എനിക്കൊരു സബ്ജക്റ്റ് തരിക. ഇത് നന്നായാൽ സുരേഷ് ബാബു ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം നെക്സ്റ്റ് ഡേ പറഞ്ഞു ഫുൾ ഗ്യാരണ്ടി, നമുക്കിത് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വേലി കോട്ടയം കുഞ്ഞച്ചനായി ടൈറ്റിൽ വിട്ടത് ഡെന്നിസ് ജോസഫാണ്. കോട്ടയം കുഞ്ഞച്ചൻ വേലിയാക്കി ഈ വേലിയെ കൺവെർട്ട് ചെയ്ത് കുട്ടപ്പായിയെ പോലെ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരാളെ തന്നെ തന്നു. അന്ന് ഏറ്റവും രസം ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഡെന്നിസ് പറഞ്ഞു ഒരു കാര്യം ബാബുവിനോട് പറയാനുണ്ട്, റിലീസ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. റിലീസ് കഴിഞ്ഞിട്ട് പറയാം. അത് ഇടയ്ക്ക് ചോദിച്ചിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയും. അദ്ദേഹത്തെ ചേട്ടൻ്റെ കാര്യം പറയും, ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയും, സാറിൻ്റെ കാര്യം എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സാറിന് വേണ്ടി എനിക്ക് ഒരു പടം പറഞ്ഞ് കുഞ്ഞച്ചൻ കഴിഞ്ഞിട്ട് ഞാൻ സാറിന് ഒരു പടം, ഡെന്നിസിൻ്റെ സ്ക്രിപ്റ്റ് അല്ല, എന്നിട്ട് പോലും ബാബു സാറിൻ്റെ കാര്യം പറയാറുണ്ട്. അങ്ങനെയാണ് ഈ കോട്ടയം കുഞ്ഞച്ചൻ ഉണ്ടായത്. കോട്ടയം കുഞ്ഞച്ചൻ അന്ന് തിയേറ്ററിൽ വലിയ സക്സസ് ആണ്. അദ്ദേഹത്തിന്റെ നർമ്മമേ ഇപ്പൊ ഇവരെല്ലാം പറയുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. മോഹൻ ജോസ് ഏട്ടൻ പറഞ്ഞു മിതഭാഷിയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്നാൽ കോട്ടയം കുഞ്ഞച്ചൻ ഒരു കുഞ്ഞച്ചൻ ആള് മാസാണെങ്കിലും ഈവൻ അതിൽ വരുന്ന സുകുമാരൻ ചേട്ടന്റെയും സംഘത്തിന്റെ ഒരു ട്രാക്ക് ഉണ്ട്, ഒരു കളരി സംഘം വരുന്നുണ്ട്. കുഞ്ചേട്ടന്റെ ഒരു പെണ്ണുകാണൽ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളാണേലും ഒക്കെ വലിയ നർമ്മങ്ങളുണ്ട് അതിനകത്ത്. ഈ നർമ്മം എവിടുന്നാണ് അതാ വരുന്നത്, എവിടുന്നാണ് അദ്ദേഹത്തിന്റെ? അത് കുഞ്ഞച്ചന്റെ ആക്ച്വൽ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയതല്ല. അതായത് ഇപ്പോൾ ഡെന്നിസ് ഒന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് ടേപ്പ് റെക്കോർഡ് ചെയ്ത് തരും. കംപ്ലീറ്റ് അത് ഇങ്ങനെ പറഞ്ഞു പോകും. ചിലപ്പോൾ ഒരു 4-5 സീൻ അതിൽ വിത്ത് ഡയലോഗോട് കൂടിയാണ് പറഞ്ഞത്. അതിലൊക്കെ ഈ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് രാത്രി ഞാൻ വേണു ബി നായർ ഉണ്ട്, പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്നു, കുറേ പടം പിന്നെ ഡയറക്റ്റ് ചെയ്തു. രാത്രി ഇരുന്ന് ഇത് കോപ്പി ചെയ്യും, നെക്സ്റ്റ് ഡേ അത് വായിച്ചിട്ട് ആവശ്യമില്ലാത്ത കട്ട് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ കൈ കൊണ്ട് എഴുതിയതല്ല. ഡെന്നിസ് ഫുൾ ഇതിൽ കൂടെ ടേപ്പ് റെക്കോർഡിൽ കൂടെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തതാണ്. അതിൽ കൂടെ വന്നതാണ്. ഡെന്നിസ് ആക്ച്വൽ നമ്മൾ കൂടെ ഇരിക്കും, അങ്ങനെ കോമഡി അടിക്കില്ല, പക്ഷെ കോമഡി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പ്രീവിയസ് ഹിസ്റ്ററി, പഴയ കാര്യങ്ങൾ, മെരിലാൻഡിൻ്റെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വലിയ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ, അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എഴുതാം, പക്ഷെ ഇത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. അതാ ഞാൻ പറയാൻ വന്നത്. അതായത് 2 കാര്യങ്ങളാണ്. ഒരാൾ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഹിറ്റാക്കി തരാന്നൊരു ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരാളുണ്ട്. ഒരാൾ എന്ന് പറയണം എന്റെ കരിയർ ഈ സിനിമ നന്നായ ഞാനുണ്ട്, അല്ലേ ഞാനില്ല എന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിനകത്തുള്ള ഒരു എഴുത്തുകാരന്റെ പക്ഷെ വേറൊരു കാര്യമാണ്, ആ ഒരു കോൺഫിഡൻസ് ആണത്. അതൊരു കാര്യമാണ് ദേവേട്ട. ഇപ്പൊ ദേവേട്ട നേരത്തെ പറഞ്ഞു 18 മാസമായിട്ട് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അപ്പോഴൊക്കെ ഒരു മനുഷ്യനുണ്ടാകുന്ന കോൺഫിഡൻസ് കുറവും, ഒരാൾക്ക് 10 പടം ലൈനപ്പിലും ഒരു പടം ഡയറക്ഷനും ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഫോം ഉണ്ടല്ലോ, നമ്മൾ ക്രിക്കറ്റ് കളിക്കാർക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, ഒരു ഫോം ഉണ്ടാകുക എന്ന് പറയുന്നതൊക്കെ ഈ സമയത്ത് ഒരുപക്ഷെ
ഒരു എഴുത്തുകാരുണ്ടാവും. ഈ ഇതിനിടയിൽ ഒരു ആരോപണം ഇല്ല, വന്നു. എന്തോ ഒരു ആരോപണം ബാബു സാർ ഇപ്പൊ മോഹൻ ജോസേട്ടനെ പറ്റി പറഞ്ഞു. എന്താണ്? ചില ത്രെഡുകൾ പറയുന്നുണ്ട് പോകുന്നുണ്ടെന്നുള്ളതൊക്കെ. ശരിയാണ്. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെ പറ്റിയിട്ടൊക്കെ ഡെന്നി ന്യൂസ് പറയും, ഇത് വായിച്ചു നോക്ക്, സിനിമയ്ക്ക് പറ്റിയതാണെങ്കിൽ എന്ന് അങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം വളരെയധികം തമാശ പറയില്ലെങ്കിലും തമാശ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ വെളുക്കെ ചിരിക്കുന്ന ഒരാൾ. നല്ല ചിരിയാണ് അദ്ദേഹത്തിന്. അത് നല്ല സുന്ദരനായ ഒരു ശരിയാണ്. ആയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നായർ സാബ് ഷൂട്ട് ചെയ്യുമ്പോൾ അത് 3 ഷെഡ്യൂളിലായിട്ടാണ്. 2 ഷെഡ്യൂൾ കാശ്മീരിലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ശ്രീനഗറിൽ ഗ്രീൻ ഏക്കർ ഹോട്ടൽ, അവിടെയാണ് നമ്മൾ താമസിച്ചത്. അതൊരു 10-25 ദിവസം. അത് കഴിഞ്ഞ് അത് സമ്മർ സീസണായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മഞ്ഞു വീഴ്ചയുടെ കാലമായിരുന്നു. ആ സമയത്താണ് സെക്കൻഡ് ഷെഡ്യൂൾ. അത് ഗുൽമാർഗിൽ ഹോട്ടൽ ഹിൽ ടോപ്പ്, അങ്ങനെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഒരു 7 മണിയോടുകൂടി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. റൂമിൽ വന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം എല്ലാ ദിവസവും അവിടുത്തെ ഡൈനിങ് ഹാളിൽ കൂടും. അത് തമാശയും കാര്യങ്ങളും പരിപാടികളൊക്കെ കൂടും. എല്ലാ ദിവസവും ഡിന്നർ കഴിക്കാൻ എല്ലാവരും കൂടി തന്നെയാണ്. ഡിന്നർ കഴിക്കും, ഡ്രിങ്ക്സ് ഉണ്ടാവും, ഇതെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഡെന്നീസിനെ അവിടെ കണ്ടിട്ടില്ല. ഡെന്നീസിന്റെ റൂമിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു എഴുത്തുമായിട്ട്. അല്ലാണ്ട് ഈ കലാപരിപാടികൾ ഈ സൗഹൃദ സംഘങ്ങളിലില്ല, ഇല്ല, വരൂല. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. അല്ല, നമ്മളിപ്പോ ഈ പറയുന്ന ഗൗരവമുള്ള ആളാണ്. കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡോ മറ്റേ മനു അങ്കിളിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ആലോചിക്കണം. ഉണ്ട്, നാഷണൽ അവാർഡ്. മനു അങ്കിൾ എന്ന് പറയുന്ന സിനിമ കുട്ടികളുടെ ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ എഴുത്തുകാരനെ പറ്റിയാണ് നിങ്ങൾ ഗൗരവക്കാരനാണ്. എന്തൊരു ആൾക്കാർ ഈ സ്റ്റേജിൽ കയറാൻ പഠിച്ച് അത് വാങ്ങിക്കാൻ പോയില്ല. ഏത് ഈ മനു അങ്കിളുടെ നാഷണൽ അവാർഡ് പ്രസിഡന്റ് ആയിരുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു, പോയില്ല. പേടിച്ചാൽ ഒരു ഇത് കൊണ്ട് പോകാത്തതാണ്. അദ്ദേഹം ഏറ്റവും കൊണ്ട് വായിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബോബനും മോളിയും ബാലരമ ഇതൊക്കെയാണ്. എപ്പോഴും കൈ കാണും, എപ്പോഴും ഇഷ്ടം പോലെ ഇങ്ങനെ കെട്ട് കണക്കിന് വായിക്കും. നമ്പൂരി സാർ ഒരു പരാതി പറഞ്ഞു, പുള്ളി ബാക്കിയെല്ലാം വായിക്കും, കെമിസ്ട്രി വായിക്കൂല. അത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പഠിത്തം ഒഴിച്ച്, കാരണം അശോകൻ കുഴപ്പമില്ല പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, ഗായത്രി അശോകൻ കുഴപ്പമില്ല പഠിക്കും, പഠിത്തം ഒഴിച്ച് ബാക്കി എല്ലാം എൻ്റെ തലയിൽ കയറുന്ന അന്നേ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അല്ലെന്ന് ഇതാണ് എല്ലാ ആനുകാലികങ്ങളൊക്കെ വായിക്കും. മാതൃഭൂമി, മനോരമ, ഇങ്ങനെയുള്ള ഇതുള്ള ആനുകാലികങ്ങൾ, പ്രസിദ്ധീകരണങ്ങളെല്ലാം വായിക്കും. പക്ഷേ കെമിസ്ട്രി മാത്രം വായിക്കില്ല. അതിന്റെ ഗുണം ഉണ്ടായി. എനിക്കറിയാൻ മേലെ ഏതായാലും ഗുണം ഉണ്ടായോ എന്നുള്ള. അല്ല, അതിന്റെ ഗുണം തിരിച്ചുണ്ടായി. കെമിസ്ട്രി കൊണ്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയിലെത്തില്ല. കെമിസ്ട്രി അധ്യാപകനായ തിരിച്ച് സിനിമയെ കൊണ്ടുവരണമെങ്കിൽ ഇവിടുന്ന് ഒരാൾ സിനിമയിൽ പോകണ്ടേ? അങ്ങനെ കെമിസ്ട്രി വായിക്കാതെ സിനിമയിൽ പോയിട്ട് കെമിസ്ട്രി അധ്യാപകനെ സിനിമയെ കൊണ്ടുവന്ന ആളാണ്. അത് പറയാണ്ട് പറ്റില്ല. കാരണം മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇൻസൾട്ട് ചെയ്യാണ്, എഴുന്നേപ്പിച്ച് നിർത്തുക. പുറത്തേക്കുള്ള വഴി അതാണ് പുറത്തേക്കുള്ള വാതിലെന്ന് പറയും. 2 വാതിലുണ്ടാവും റൂമിലെ, ക്ലാസ് റൂമിന്. അത് പലപ്പോഴും പറയണ്ട, അംഗം കാണിച്ചാൽ മതി. സ്വല്പം കഥകളി നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. മുദ്ര പറയുമ്പോ ഈ നർമ്മം പറയുമ്പോ മാന്യന്മാർ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഡെന്നി സാറാന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. എന്തൊരു നർമ്മമുള്ള സിനിമയാണത്. അല്ല, അതൊരു 7 ദിവസം കൊണ്ട് എഴുതി തീർത്താണ്. അതൊരു ഗ്യാപ്പ്. ഇപ്പം ഞങ്ങൾ ആക്ച്വൽ പ്ലാൻ ചെയ്തത് അരയൻ പത്രോസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പ്രോജക്റ്റാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, 7 ദിവസത്തിനകത്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാം. അരയൻ പത്രോസ് എന്ന് പറയുമ്പോൾ കിഴക്കൻ പത്രോസുമായിട്ട് കിഴക്കൻ പത്രോസായ അത് അന്ന് അമരം വന്നതുകൊണ്ടാണ് ഞങ്ങളത് ആക്ച്വലി ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് പേര് മാറ്റി കിഴക്കൻ പത്രോസായി. അതാണ് അത്. പിന്നെ കിഴക്കൻ പത്രോസ് എന്നാണ് അന്ന് കോട്ടയം കുഞ്ചൻ പാർട്ട് 2 നടക്കാതായത്. കാരണം ഏതാണ്ടൊക്കെ സാദൃശ്യമുണ്ട്, കിഴക്കൻ പത്രോസും കോട്ടയം കുഞ്ചനായിട്ടൊക്കെ ഏതാണ്ട് സാദൃശ്യമുണ്ട്. ആക്ച്വൽ പടം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അരയൻ പത്രോസ് ആയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സ്ക്രിപ്റ്റ് തരാം, 7 ദിവസത്തിനകത്ത് എഴുതി തരാമെന്ന് പറഞ്ഞു. 10ാമത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. അന്ന് സംഭവിച്ചു. 7 ദിവസം കൊണ്ട് ഫുൾ സ്ക്രിപ്റ്റാണ്. അതിന് ഈ കൂട്ടത്തിൽ തന്നെ ഫിക്സ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എഴുതാനിരുന്ന് 10ാമത്തെ ദിവസം നടന്ന പടമാണ് മാന്യന്മാർ. അതിനകത്ത് ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഇല്ല. മുകേഷ്, ശ്രീനിവാസൻ, ജഗദീഷ്, അമ്പിളിച്ചേട്ടൻ, സകല ഒരുമാതിരിപ്പെട്ട മലയാളത്തിലെ എല്ലാ കോമഡി ആർട്ടിസ്റ്റ്, എല്ലാ വില്ലന്മാരും ഉണ്ടായിരുന്നു. ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവലിലെ കവറിലൊരു വരിയുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് കഥകളാണ് എന്ന് എഴുതിയിട്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനെ തള്ളെന്ന് പറയും. നോണ പറയുന്നത്. കാരണം ഇന്ന് 7 ദിവസം കൊണ്ട് അതുപോലൊരു സിനിമ എഴുതി 10ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങുക എന്ന് പറയുന്നത്
ഇന്നത്തെ ഏത് സിനിമാക്കാരനോട് പറഞ്ഞാലും ഇത് അസാധ്യമാണ്. തീർച്ചയായിട്ടും നടക്കാത്ത കാര്യം. 7 ദിവസം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ അതിനൊരു കാരണമുണ്ട്. ആ കാരണം വായനാശീലമുണ്ട്. വായിക്കുമ്പോഴാണ് ഒരുപാട്, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സംബന്ധിച്ചിടത്തോളം വായന ഒരു ഫ്യൂലാണ്. ഒരുപാട് വായിക്കുമ്പോഴാണ് അതിനുള്ള ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു വായനക്കാരന് ക്യാൻ ബിക്കം എ ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. കാരണം ഒരുപാട് സാധനം ഓൾറെഡി ഉണ്ട്. എന്നാലും ദേവേട്ട ഇത് ഈ ഒരു 65-70 സീനുണ്ടോ ഈ ഒരു പടത്തിൽ? 80 സീൻ, 80 സീൻ, 80 ലൊക്കേഷൻ, 80 സീൻ, 80 ലൊക്കേഷൻ കാണാൻ ഒരു മനുഷ്യന് സമയം. ഇത് വേറൊരു കാര്യമാണ്, ഇതിന്റെ സംഘാടനത്തിന് മൊബൈൽ ഫോൺ ഇല്ല, പലയിടത്തും ലാൻഡ് ഫോൺ ഇല്ല അല്ലെ? ഇതിറങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയല്ലേ ഇത് നടക്കുന്നത്? എന്നിട്ടും ഇത് 10ാം ദിവസം ഷൂട്ടിംഗ് കൂടെ. എത്ര ദിവസം ഷൂട്ട് ചെയ്തു സിനിമ? അത് ഒരു 24-25 ദിവസം. അത് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം തിരിച്ചു വരും. പ്ലാൻ ചെയ്തിട്ട് 50ാമത്തെ ദിവസം സിനിമ തീർന്നില്ലേ? റിലീസ് ചെയ്തു. 51ാമത്തെ ദിവസം റിലീസ് ചെയ്തു. 51ാമത്തെ ദിവസം പടം നന്നായിട്ട് പോയ പടം. അതായത് ഭയങ്കരം. പ്ലാൻ ചെയ്തിട്ട് 51-ന് റിലീസാ. ഡബിങ്, റീ റെക്കോർഡിങ്, ഷൂട്ടിങ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം കൂടെ. കണ്ടമാൻ ആർട്ടിസ്റ്റ് ഉണ്ട്. തമിഴിലെ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പൊ രമ്യ കൃഷ്ണ, വിനു ചക്രവർത്തി തുടങ്ങി കണ്ടമാൻ ആർട്ടിസ്റ്റ് ഉണ്ട്. ചെന്നൈയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് പോട്ടെ, എനിക്ക് ഏറ്റവും രസം അദ്ദേഹം പറഞ്ഞത് ന്യൂഡൽഹി പോകുമ്പോഴേ 5 സീനെ കയ്യിലുണ്ടായിരുന്നു പറഞ്ഞു. 5 സീനും ഏതാണ്ട് ഒരു റഫ് ആയിട്ടുള്ള ഒരു സീൻ ഓർഡറും അത് വെച്ചിട്ടാണ് ന്യൂഡൽഹി ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ബാച്ചിന് ഇതിന്റെ ഒരു അത്ഭുതം വളരെ വലുതാണ്. ഇപ്പൊ 51-ാം പക്കം റിലീസ് ചെയ്യുക, മൊത്തം ഡബിങ്ങിന് 30 ദിവസമുണ്ട് ഇപ്പൊ ഒരു സിനിമ. എല്ലാം കൂടെ ആർട്ടിസ്റ്റുകളൊന്ന് പല സമയത്ത് ചെയ്യുന്ന പറയുന്ന അത്ഭുതമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ എഴുതിയ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും സമകാലീനും ഒക്കെ ആയിട്ടുള്ള നിരവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള എഴുത്തുകാരൻ SN സാമി സാർ ഇപ്പം ഡെന്നിസ് ജോസഫ് സാറിനെ ഓർമ്മ. എനിക്ക് അയാളെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സംഭവം, എൻ്റെ ലൈഫിലെ ട്രെൻഡ് ചേഞ്ചർ ആയിരുന്നു ഡെന്നിസ് ജോസഫ്. ഞാൻ ഈ ഫാമിലി സ്റ്റോറീസും എമോഷണൽ സ്റ്റോറീസായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഒരുപാട് പടങ്ങൾ മമ്മൂട്ടി അഭിനയിച്ചതും മോഹൻലാൽ അഭിനയിച്ച പടങ്ങളൊക്കെ കുടുംബകഥകളും മറ്റുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചേഞ്ച് ഉണ്ടാവാൻ കാരണം ഡെന്നിസ് ജോസഫാണ്. ഒരു ദിവസം അർജൻറ്റായിട്ട് എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവിടം വരെ ചെല്ലണം, എനിക്ക് സുഖമില്ല, ഒന്ന് ഇവിടം വരെ വരണം എന്ന് പറയും. ശരി, അപ്പോൾ എന്താണ് അസുഖം എന്ന് അറിയില്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ അയാൾക്കൊരു അസുഖമില്ല, അയാളുടെ കൂടെ അവിടെ കേമദൂരപ്പുണ്ട്. ഞാൻ പറയും എന്തിനാ നോണ പറഞ്ഞെങ്കിൽ സ്വാമി വരില്ല, അതുകൊണ്ടാണ് നോണ പറഞ്ഞതെന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞു. ഞാൻ പറയും എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് പറയും മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് മധുവിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, ആ ഡേറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഡേറ്റ് ഉടനെ ഒന്നും കിട്ടൂല. എന്നെയാണ് ആ ജോലി ഏൽപ്പിച്ചിരുന്നത്, പക്ഷേ എനിക്കിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് എഴുതാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങൾ തീരില്ല എഴുതി. അപ്പം സ്വാമി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറയും എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് കഥയൊന്നുമില്ല. അല്ല അങ്ങനെയാണ് ഞാൻ വല്ലാതെ നിർബന്ധം. ഞാൻ അവസാനം അവരോട് പറഞ്ഞ് എനിക്ക് കുറച്ച് ദിവസം സമയം തരണം, ഒരു 10 ദിവസം ഞാൻ ആലോചിച്ചിട്ട് എന്നെ കൊണ്ടാവുന്നത് ആണെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിയിച്ചു. എനിക്കൊരു ചെറിയ തോട്ട് വന്നിട്ടുണ്ട്, അതാണെങ്കിൽ ആലോചിക്കും. അതാണ് 20-ാം നൂറ്റാണ്ടെന്നുള്ള സിനിമ. അപ്പോൾ അങ്ങനെ ഒരു കാരണമില്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ആലോചിക്കുന്ന ഒരാളായിരുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നത് ഡിമാൻഡായിരുന്നു ഈ ഫാമിലി സബ്ജക്ട്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ മാറി ചിന്തിച്ചത് നന്നായി, കാരണം അത് എനിക്കൊരു ചേഞ്ച് ഉണ്ടായി. പിന്നെ അടുത്ത് ചേഞ്ച് ഉണ്ടാവുന്നത് CBIയിലാണ്. അങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ടല്ലോ ഓരോ കാര്യത്തിന്. അങ്ങനെ ഡെന്നിസിനെ ഓർക്കുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം മറക്കാൻ പറ്റില്ല. എൻ്റെ കരിയറിലെ ഒരു ട്രെൻഡ് ചേഞ്ചർ ആയിരുന്നു ഡെന്നിസ് ജോസഫ്. നമ്മുടെ തിരക്കുകൾ വരുമ്പോൾ ഒഴിവാക്കുന്നതിന് പകരം അതൊരു മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന. എനിക്ക് ഒരു സാമ്രാജ്യം ഷിബു ചക്രവർത്തി. അതെ, സാമ്രാജ്യം ഫസ്റ്റ് കഥ കേട്ട ഞാനാണ്. ഫസ്റ്റ് കഥ കേട്ട ഷിബു ചക്രവർത്തി സാറല്ലേ ഡെന്നീസിന്റെ അടുത്ത് വന്നതാണ്. ഡെന്നീസിനെ വന്ന് എൻ്റെ പറഞ്ഞ് കഥ കേൾക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്യൂട്ടിഫുൾ. അത് ജോമാൻ പറയണ ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ ഞാൻ ഡെന്നീസിനെ പറഞ്ഞു എങ്ങനെയെങ്കിലും എഴുതി കൊടുത്തേ പറ്റുള്ളൂ. അന്ന് ഡെന്നീസ് ഭയങ്കര തിരക്ക്. അങ്ങനെയാണ് ഈ ഷിബുവിനെ ഏർപ്പാട് ചെയ്തതും. മമ്മൂക്കയെ ഡെന്നീസ് അവിടെ നിന്ന് വിളിക്കണം, സൂപ്പർ സബ്ജക്റ്റാണ്, ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സാമ്രാജ്യം സംഭവിച്ചത്. അതും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ തിരക്ക് ഷിബു ചക്രവർത്തി സാറിന് കൊടുത്തതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ. ഏറ്റവും രസം, കൊടുക്കുമ്പം ഈ ജോണർ എഴുതുന്ന ആൾക്ക് അല്ല അത് ഏൽപ്പിക്കുന്നത്. പക്ഷെ അത് അയാളെ കണ്ട് പറ്റും എന്നുള്ളത് കൊണ്ട്, തിരിച്ചറിവുണ്ടല്ലോ, പറ്റും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കും. പറ്റുന്നുള്ളത് കൊണ്ടാണ് അത് പറ്റുന്നത്. അതെ.
ശരി, കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസിനൊക്കെ മാന്യന്മാര് പോലുള്ള പടങ്ങൾക്ക് അപ്പുറം ഒരു 5 പ്രൊജക്ട് നടക്കാണ്ട് പോയെന്ന് പറഞ്ഞു. 1 2 അല്ല 5 എണ്ണമാണ് ഉണ്ട്. ഞാൻ പറഞ്ഞത്. ആയിട്ടുള്ള 5 പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന് കാർത്തികേയൻ നാൾ കാർത്തികേയൻ മോഹൻലാലായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കായൽ സാമ്പ്രാട്ട്, അത് 3 റൈറ്റേഴ്സായിരുന്നു പ്ലാൻ ചെയ്ത്. അത് നമ്മുടെ ദാമോദര മാഷും ഡെന്നിസ് ജോസഫും ആയിരുന്നു. രഞ്ജി പണിക്കരും ഡെന്നിസ് ജോസഫും കൂടെ ഞങ്ങളൊരു ഫൈനൽ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസ്കഷനിൽ വന്നതാണ്. അത് നടക്കാതെ പോയി. പിന്നെ വേറൊരു പൊന്നുകൊണ്ടൊരാൾ രൂപം എന്ന് പറഞ്ഞ് മുട്ടത്തുവർക്കി സാറിൻ്റെ തന്നെ ഒരു നോവൽ, അത് വേറെ രീതിയിൽ സിനിമയായിട്ട് വന്ന ഹിറ്റായി മലയാളത്തിൽ. അത് പറയുന്നില്ല. അത് ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് റൈറ്റ്സ് വരെ വാങ്ങിച്ചതാണ്. പിന്നെ വേറൊരു പ്രോജക്റ്റ്, അത് തമിഴിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ബാലേന്ദ്ര സാറിൻ്റെ ഒരു എടുത്തിട്ട് ഞാൻ അവനല്ലേ, അത് ഒന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത്. അങ്ങനെ 4-5 പ്രോജക്റ്റ് നടക്കാതെ പോയിട്ടുണ്ട്. ഡെന്നിസ് ഉണ്ടായിരുന്ന ഈ കോട്ടയം കുഞ്ഞച്ചൻ രഞ്ജി പണിക്കരും ഡെന്നിസ് ജോസഫും കൂടെ ചേർന്ന് എഴുതിയാണ് അതിനുള്ള എല്ലാ സെക്കൻഡ് പാർട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് വിട്ടത്. പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഒരു സംഗീതത്തിനോടുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു ഡെന്നിസ് സാറിന്? ഈ വായനയും എഴുത്തൊക്കെ ഉള്ളവർക്ക് പൊതുവേ അതിലോടും കൂടെ ഒരു താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ 4 പടത്തിന് റെക്കോർഡിങ്ങിന് പോയത് ഡെന്നിസ് ജോസഫാണ്. പുള്ളി സ്ക്രിപ്റ്റ് എഴുതാത്ത പടത്തിന് ഒന്ന് കൂടിക്കാഴ്ച പുള്ളിയാണ് പോയി ഈ സ്ക്രിപ്റ്റ് ഫുൾ ഇതിൻ്റെ ഇരുന്നത്. പ്രായക്കര പാപ്പാൻ്റെ റെക്കോർഡിങ്ങിന് പോയി ഡെന്നിസ് ജോസഫാണ്. ഞാനന്ന് ഇവിടെ ഷൂട്ട് നടന്നുണ്ട്. അദ്ദേഹം എഴുതാത്ത സിനിമകളിൽ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു എനിക്കൊരു പടത്തിന് മ്യൂസിക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു SP വെങ്കടേശ്വര അസിസ്റ്റൻ്റായിട്ട് ഇരുത്താം, അല്ലെങ്കിൽ ശ്യാം സാറിനെ കൂടെ ഇരുത്താമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. നല്ല ഇതായിരുന്നു, നല്ല ബോധമായിരുന്നു. എല്ലാ പഴയ തുടർക്കഥ എന്ന് പറയുന്ന സിനിമ തുടർക്കഥ അതെ ഊട്ടിയിൽ വെച്ചെടുത്തു. ഷൂട്ട് ചെയ്തത് നമ്മുടെ സായികുമാർ ഡയറക്ട് ചെയ്ത പടമല്ലേ അത്? ഡെന്നിസ് ഡയറക്ട് ദേവനയില്ലായിരുന്നു. അതെ, ആ തുടർക്കഥ ഡയറക്ട് ചെയ്തത് ഡെന്നിസ് സാറല്ലേ? അതിൽ 5 പാട്ടുണ്ട്. തുടർക്കഥ ആതിര വരവായി, ആ പാട്ടൊക്കെ അതിലാണ്. ശരറാന്തൽ പൊന്നും പൂവും, ആ സിനിമ, മഴവില്ലാടും മലയുടെ മുകളിൽ, ഇതെല്ലാം അളകാപുരിയിലടങ്ങി ഒരുപാട് പാട്ടുകളുള്ള തുടർക്കഥ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. ഇനി ഈവൻ തിരിച്ചു ചിന്തിച്ചാൽ അർത്ഥം നമ്മള് കോട്ടയം കുഞ്ഞച്ചൻ എടുത്താൽ ഹൃദയവനിയിലെ ഗായികയോ എന്ന് പറയുന്ന ആ സിനിമയുടെ കഥയുടെ വഴിയിലല്ല ആ പാട്ടെങ്കിലും അതിന് കമ്പോസിങ്ങിന് പോയത് മമ്മൂക്കയാണ് പോയത്. കംപ്ലീറ്റ് അതിൻ്റെ 3 പാട്ട്. കാരണം എനിക്ക് സമയമില്ലായിരുന്നു, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഡെന്നിസിന് പഴയ ഏത് പാട്ട് ചോദിച്ചാലും ആര് പാടി ആരെഴുതി പക്ക അങ്ങോട്ട് ഇങ്ങോട്ട് പറയും. ഈ കിഴക്കൻ പത്രോസിലെ പാതിരാക്കിളി വരൂ, അത് ഡെന്നിസ് കമ്പോസിങ് ഇരുന്നതാണ്. കമ്പോസിംഗ് പാട്ടില്ല, അത് SP വെങ്കടേഷ് സാർ. ന്യൂ ഇയറിന്റെ അന്ന് രാത്രി 12 മണിക്ക് പൂജ സ്വിച്ച് ഓൺ 12 മണിക്കായിരുന്നു. ന്യൂ ഇയറിന്റെ അന്ന് ഡിസംബർ 31 അന്ന് രാത്രിയാണ് ഇതിനെ കമ്പോസ് ചെയ്യാൻ. ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തതാണ്. മമ്മൂക്കൊക്കെ വന്ന് നവോദയയിലായിരുന്നു. അതിന്റെ ശേഷമാണ് അതിന്റെ കമ്പോസിംഗ് ഇരുന്നത്. അങ്ങനെ വന്നാണ് ഈ പാതിരാക്കിളി കാര്യങ്ങൾ. എല്ലാ പാട്ടിനും ഒരു ശ്രദ്ധയുണ്ട്. സാർ, ഇപ്പം നമ്മുടെ മോൻജോസേട്ടനും ദേവേട്ടനും നമ്പൂരി സാറും ഒക്കെ അഭിനയിച്ച പടം ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ പാട്ടിനെ കുറിച്ച് പറഞ്ഞ ഒരവസരത്തിൽ പറയണ ആ സിനിമയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് തിരുനെല്ലിക്കാട് പൂത്തു. ആ പാട്ട് ഡെന്നിസ് സാറാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ശരിയാണ്. മുകേഷ് പാർവതിയായിരുന്നു. അതപ്പോ ഡെന്നിസ് ഡയറക്ഷനിലേക്ക് നിൽക്കുന്നുണ്ട്. ജോഷിയേട്ടാണ് പറഞ്ഞത് നീ പോയി ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ട്രെയിനിങ് പോലെ പോയതാണ്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടെടുക്കാനായിട്ട്. എൻ്റെ മാന്യന്മാരിലൊരു തമിഴ് പാട്ട് ഷൂട്ട് ചെയ്തത് ഡെന്നിസ് ജോസഫാണ്. ഒരു സെപ്പറേറ്റ് യൂണിറ്റ് വെച്ചിട്ട് അത് കൊടുക്കും. കാരണം പാട്ടിനോട് ഇദ്ദേഹം ഭയങ്കര ക്രൈസാണ്. അദ്ദേഹമാണ് ഷൂട്ട് ചെയ്തത്. ഈ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത അഥർവ എടുത്താലെന്ന് ഇളയരാജ സാറ് പുഴയോരത്തിൽ പൂന്തോണി എത്തിയില്ല എന്നുള്ള പാട്ടുകൾ ഉൾപ്പെടെ ഒരുപാട് വൈവിധ്യമുള്ള പാട്ടുകളും നേരത്തെ ഒരിക്കൽ വീണ്ടും പറഞ്ഞതുപോലെ ഒരു തിരക്കഥാകൃത്തിന്റെ കരിയർ ഗ്രാഫ് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പോയിട്ടുള്ളതെന്നുള്ളത് വലിയ അത്ഭുതം തോന്നുന്ന ഒന്നാണ്. നടക്കാതെ പോയ പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ അതുപോലെ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ ഒരു സിനിമ സമീപകാലത്ത് ഡെന്നിസ് സാറിന്റെ വിയോഗത്തിന് തൊട്ട് മുമ്പ് വരെ ബാബു ആന്റണി സാറിനെ വെച്ചിട്ട് പവർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു. അതിന്റെ ഫുൾ തിരക്കഥ തീർത്താണ്. ഡയലോഗ്സ് എഴുതിയിട്ടില്ലായിരുന്നു. ഫുൾ തിരക്കഥ അതിന്റെ ഫുൾ ഡീറ്റെയിൽ. ഡെന്നിസ് എപ്പോഴും പറയുമ്പോൾ റഫ് ഡയലോഗോടെ തിരക്കഥ റെഡിയാക്കത്തുള്ളൂ. എനിക്ക് വേണ്ടി ഞാൻ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് തരുന്നത്. ഞാൻ ഫുൾ ടൈം കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ റെക്കോർഡിംഗ് കേട്ടാൽ ബാക്കി മനസ്സിലാവും. ആ പവർ സ്റ്റാർ എന്ന് പറയുന്ന ചിത്രം ഒരുക്കാനിരുന്നത് സംവിധായകൻ ഒമർ ലുലു എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. ഡെന്നിസ് ജോസഫ് സാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ പവർ സ്റ്റാർ എന്ന് പറഞ്ഞ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആവശ്യത്തിനാണ് ഫസ്റ്റ് ഡെന്നിസ് ജോസഫ് സാറിനെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ പവർ സ്റ്റാർ പടമൊക്കെ അനൗൺസ് ചെയ്ത് അതിൻ്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ പോസ്റ്റർ അത്യാവശ്യം ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു. അപ്പം അത്
ആ പോസ്റ്ററിൽ ഡെന്നിസ് ജോസഫ് സാറിന്റെ പേര് കണ്ടിട്ട് ഒരുപാട് പേര് ഡെന്നിസ് ജോസഫ് സാറിനെ വിളിച്ചിട്ട് ഒമറിനായിട്ട് പ്രോജക്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ പാരകളൊക്കെ ചെന്നു. അപ്പോൾ ഡെന്നിസ് ജോസഫ് സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒമറിന് കുറെ ശത്രുക്കൾ ഉണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് സാർ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ കുറെ പാരകൾ വന്നിരുന്നു ഫിലിം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ടെൻഷനായി സാർ. എന്നിട്ട് അപ്പോൾ സാർ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് കുറെ ആളുകൾ വിളിച്ച് പറഞ്ഞു ഒമറിനായിട്ട് പ്രോജക്റ്റ് ചെയ്യരുതെന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഒമറിന് സിനിമ ചെയ്യാന്ന് സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്യും. അതാണ് ഡെന്നിസ് ജോസഫ് സാറ്. പുള്ളി എന്ന് പറഞ്ഞ ഒരാളെയും ഒരു പേടിയോ അല്ലെങ്കിൽ എന്ത് കാര്യവും ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയും. അപ്പം ഞങ്ങൾ പവർ സ്റ്റാറിൻ്റെ ആവശ്യമായിട്ട് ഒരു 1.5 കൊല്ലത്തിൻ്റെ അടുത്ത് ഞങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റും പരിപാടിയും, കാരണം പവർ സ്റ്റാർ അനൗൺസ് ചെയ്ത സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പോൾ അത് കാരണം ഒരുപാട് നീണ്ടുപോയി ആ പ്രോജക്റ്റ്. പിന്നെ അതിൻ്റെ ഇടയിൽ സാറാണെങ്കിൽ സാറിന് പോവുകയും ചെയ്തു. അപ്പോൾ ഈ പവർ സ്റ്റാറിൻ്റെ ചർച്ചകളുടെ ഇടയിലായിരുന്നു കൂടുതലും ഡെന്നിസ് ജോസഫ് സാറിന് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും ഒരു തറവാടി മനുഷ്യൻ ഞാൻ എൻ്റെ ഫിലിം ലൈഫിൽ കണ്ടതിൽ ഡെന്നിസ് ജോസഫ് സാറാണ്. ഒരു വാക്ക് ആൾ പറഞ്ഞ അത് ചെയ്തിരിക്കും. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും ഭയങ്കര ബഹുമാനവും ഭയങ്കര നമുക്ക് ഭയങ്കര ഉള്ളിന്നൊരു റെസ്പെക്ട് വന്ന വ്യക്തിയാണ് ഡെന്നിസ് ജോസഫ് സാർ. ഇപ്പം മോജോസേട്ടനാണേലും ദേവേട്ടനാണേലും നമ്പൂരി സാറിനൊക്കെ ആണെങ്കിലും അദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധം വളരെ വലുതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സിനിമ എന്ന ഹെഡിങ്ങിന്റെ കീഴെ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. സിനിമയിൽ അങ്ങനെ സൗഹൃദങ്ങളില്ല, സിനിമ സക്സസ് ഉള്ളവന്റെ കൂടെ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് വലിയ സൗഹൃദത്തിന്റെ ഒരു ബലമുണ്ട്. എനിക്കത് തോന്നിയത്, ഞാൻ പറയാൻ വരുന്നത്, മനുവങ്കിൾ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തതിൽ മമ്മൂക്കയാണ് നായകനെങ്കിലും ലാലേട്ടനും സുരേഷ് ഏട്ടനും വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സാറിന്റെ പാളയം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഷോട്ടാണേലും വരണ്ടേ. ഒരു ബന്ധം കൊണ്ട് ചെയ്യുന്ന നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയില് മമ്മൂക്കയും ലാലേട്ടനുമായിട്ടുള്ള സീൻ വരുന്നുണ്ട്. ഇത് ഡെന്നിസ് ഏട്ടന്റെ ഒരു സൗഹൃദത്തിന്റെയും കൂടെ ബലമാണ് ഈ വരുന്നത്. അല്ലാതെ നടക്കൂല പ്രോജക്റ്റ്. മമ്മൂക്ക ഈ ഡെന്നിസിന്റെ ഒരു ബന്ധം കൊണ്ടാണത്. പിന്നെ ജോഷിയേട്ടൻ ഒരാള് അപ്പുറത്തുള്ളത് കൊണ്ടാണ്. അതിലാണ് ഈ പറഞ്ഞ, ഇപ്പം നേരത്തെ മോജോസേട്ടൻ പറഞ്ഞു നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സൗഹൃദ സദസ്സുകളിൽ അദ്ദേഹം ഇല്ല, വന്നിരിക്കുന്നില്ല. എങ്ങനെയാണ് അതിന്റെ മെയിൻ്റനൻസ് അപ്പം നടക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. അതായത് സിനിമയുടെ അല്ലെങ്കിൽ മാസ്മരിക വലയത്തിന് പിടികൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഡെന്നിസിൻ്റെത്. പുള്ളി അല്ലാത്ത സമയത്തൊക്കെ ഈ പ്രാർത്ഥനയിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഈ പ്രാർത്ഥനയും കാര്യങ്ങളും കേട്ടിട്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു തലങ്ങളിലുള്ള ഇതിലാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് സിനിമയുടെ അല്ലാത്തൊരു വിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ദേവേട്ട? ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ചില പടങ്ങൾ കണ്ടിട്ട് എന്നോട് ചോദിക്കും, താൻ എന്തിനാടോ ആ പടത്തിലൊക്കെ പോയി അഭിനയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കേണ്ട മോനെ എന്ന് ഞാൻ അങ്ങനെ അറിയണ്ട്. പിന്നെ FIR-ലാണെന്ന് തോന്നുന്നല്ലേ ദേവേട്ടൻ? FIR ഉണ്ടായിരുന്നു. അതിൽ ബറുവ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പോഴും എനിക്ക് ഈ തെലുങ്ക് ഓഡിയൻസിന്റെ അടുത്ത് പോകുമ്പോഴും തമിഴ് ഓഡിയൻസ് പോകുമ്പോഴും ഈ ബറുവ എന്ന ക്യാരക്ടർ എന്നെ പറ്റിയിട്ട് ആൾക്കാരോട് ചോദിക്കാറുണ്ട്. ഗിരിധർ ബറുവ എന്ന പേര്. ഗിരിധർ ബറുവ. ഈ പറയുമ്പോഴേ രഞ്ജി പണിക്കർ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കഥാപാത്രങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് ഒരു മിടുക്കാണ്. നല്ല ഓർമ്മയിൽ നിൽക്കുന്ന പേരുകൾ. ഇപ്പൊ ഗിരിധർ ബറുവ എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം മോഹൻ തോമസ് എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിയേട്ടൻ എഴുതുമ്പോൾ നമുക്ക് വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിനോട് വേണമെങ്കിൽ സമയം തോന്നാം. ന്യൂഡൽഹിയിലത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ന്യൂഡൽഹിയിലെ ന്യൂഡൽഹിയിലെ കഥാപാത്രമാണ്. കമ്മീഷണർ പേരുകൾ കുറച്ചുള്ളെങ്കിലും ഈ അങ്ങനെ ഒരു എഫേർട്ട് പേരുകൾക്ക് വേണ്ടി ഇടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്? തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയും, വായിന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ കോട്ടയം വെച്ച് തന്നെ പാപ്പി അപ്പി എന്നൊക്കെ വിളിക്കണത് അപ്പ പറഞ്ഞു പോയതാണ്. പേരിട്ട പേരെന്തോ അല്ല. പാപ്പി മാത്ത പോത്ത എന്നൊക്കെ അപ്പ പറഞ്ഞു പോയതാണ്. അതൊക്കെ കറക്റ്റ് പേര് ട്രാക്കിലായി. എല്ലാവർക്കും ആ ഒരു പാപ്പി മാത്തം പോത്തനൊക്കെ മറ്റേ സംഘത്തിൽപ്പെട്ട ആൾക്കാരല്ലേ? അല്ല, ഉപ്പുണ്ട പ്രദേശത്തിന്റെ ആ ഗ്രൂപ്പിൽപ്പെട്ട അതില് അതും ഒരു അത്ഭുതമാണ്. അതായത്
ഇതിലെ കഥാപാത്രങ്ങളല്ലേ ഉപ്പുകണ്ടത്തിലോട്ട് അത് തന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്നല്ലേ കുഞ്ഞച്ചനിലെ ഈ കഥാപാത്രങ്ങളുടെ സംഘത്തിന്റെ പേര്? അത് തന്നെ. അപ്പൊ ഞാൻ ഡെന്നിസിനോട് ഇത് പറഞ്ഞു. ഡെന്നിസ് പറഞ്ഞു അത് ഞാൻ എഴുതണ്ട, ബാബു ഡെന്നിസ് കല്ലൂർ ഡെന്നിസ് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിക്ക്, നന്നായിട്ട് എഴുതും എന്ന് പറഞ്ഞു. എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ എല്ലാ കഥകളും ഞാൻ എടുക്കുന്ന എല്ലാ സിനിമകളുടെയും ഇപ്പോൾ പറഞ്ഞ ചെയ്യാൻ പോകുന്നതിന്റെ കഥ വരെ അദ്ദേഹം നേരത്തെ കേട്ട് അവർ ആ റൈറ്റേഴ്സായിട്ട് ഇരുന്നതാണ് അന്ന്. എല്ലാ കഥയിലും പ്രായ്ക്കര പാപ്പാൻ അധികം ഡിസ്കഷൻ ഇരുന്നു, എല്ലാത്തിനും ഇരിക്കും. കാരണം ഒരാൾ നന്നാവുന്നത് ഇഷ്ടമാണ്, അത് അവർ നന്നാവണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് പലർക്കും വളരെ കുറച്ച് പേർക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിയാണ്, വളരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും നന്നാവണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നല്ല, ആരായാലും റൈറ്റർ എന്ന അയാൾ നന്നാവണം. ഒരു പാട്ടുകാരൻ എനിക്കൊരു PSCയുടെ മറ്റേ അവിടുത്തെ ഓഫീസുമാരിയായിരുന്നു. ഡെന്നിസിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കറി ഇടയ്ക്ക് ഇദ്ദേഹം വരുന്നതാണ്, ഞാനും ഇടയ്ക്കുള്ളതാണ്. കുറേ നടന്മാർ, കുറേ പാട്ടുകാർ, കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതൊക്കെ വീട്ടിൽ കാണും ഇപ്പോഴും. ഈ ആഴ്ചപ്പതിപ്പ് നേരത്തെ നമ്പൂരി സാർ പറഞ്ഞു, ആഴ്ചപ്പതിപ്പുകളുടെ വായന അല്ലെങ്കിൽ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ വായന ധാരാളം ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്ന നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട്. ഈ പാളയം അങ്ങനെ വന്നിരുന്നു. പാളയം നോവലാണ്, അത് എൻ്റെ നിർബന്ധം കൊണ്ട് എഴുതിയതാണ്. അല്ലേ? പാളയം എഴുതാൻ താല്പര്യമില്ലായിരുന്നു, ഞാൻ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹബന്ധം കൊണ്ട് എഴുതിയതാണ്. കാരണം അങ്ങനെ ഒരു ഇത് നോവലായതുകൊണ്ട്. അതെ, ഇപ്പൊ ന്യായവിധി അങ്ങനെയല്ലേ, ന്യായവിധിയും ആനുകാലികത്തിൽ വന്നതാണ്. ഇത് ജോസി വാഗമറ്റത്തിന്റെ ഒരു നോവലാണ്. നോബൽ എന്ന് പറയുന്ന കഥാപാത്രം വന്നത്. എനിക്ക് ശിബിരം ഇദ്ദേഹമാണ്, ശിബിരം ഇദ്ദേഹം തന്നെ എഴുതിയത്. ഇതിന്റെ തുടർച്ച പോലെ വന്നാണ്. അത് 2 നോവൽ മിക്സ് ചെയ്തിട്ട് അത് നിർബന്ധം കൊണ്ട് എഴുതലാണ്. കാരണം അങ്ങനെ ഒരു എഴുതാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊക്കെ പുറത്തുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഈ 80കളുടെ തുടക്കത്തിൽ കട്ട്കട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഉണ്ടായിരുന്നു. അതിന്റെ പിന്നില് ഡെന്നീസും ഈരാളിയാണ്, ഈരാളി ചേട്ടൻ. അതെ, ഈരാളിയുമാണ്. അശോകനും ഉണ്ടായിരുന്നു, ഗായത്രി അശോകനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ യാദൃശ്യമായിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോകല്ലോ ഓരോരുത്തരുടേത്. ഈ മാസികയെ പറ്റി പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഒരാളുടെയും കൂടെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് കാണാം. പ്രിയപ്പെട്ട ഡെന്നിസ് ജോസഫ് സാറിനെ, അഭിനേതാവ്, നാടക പ്രവർത്തകൻ, നമ്മളീ പറഞ്ഞ ചില വായനയും ശീലങ്ങളും ഒക്കെ ഉള്ള ആളുകളിൽ ഒരാളാണ് സുനിൽ സുഗത ചേട്ടൻ. അനുസ്മരിക്കുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ താല്പര്യപൂർവ്വം വായിച്ചിരുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, കട്ട് എന്ന് പറഞ്ഞിട്ട്. കുറച്ച് പഴയ തലമുറയിൽപ്പെട്ടവരെ ഓർക്കുന്നുണ്ടാവും. വളരെ ഹാസ്യാത്മകമായിട്ട് സിനിമയിലെ സംഭവ വികാസങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു മാഗസിനായിരുന്നു അത്, കട്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എഡിറ്ററായിരുന്നു. അതിനുശേഷം ഞാൻ ചില സിനിമ, അപ്പോൾ ആദ്യം കാണുന്ന രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് സിഡ്നി ഷെല്ലിൻ്റെ നോവൽ വായിക്കുന്നത്, റേഞ്ച് ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞത്. അങ്ങനെ പല ഈറൻ സന്ധ്യ, ഈ പലപ്പോഴും പുറത്തുള്ള ചില സബ്ജക്റ്റുകളെ അദ്ദേഹം അഡോപ്റ്റ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ 2 നടന്മാരെ അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തു. രാജൻ പി ദേവും NF വർഗീസായിരുന്നു. അദ്ദേഹം നമ്മൾ കുറേ കാലം കൂടി നമ്മുടെ ഒപ്പം ജീവിക്കേണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മളെ വിട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. ഈ നമ്മുടെ തസ്കര വീരൻ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഡെന്നിസ് തിരക്കഥ എഴുതിയതിൽ ലാസ്റ്റ് ചെയ്ത പടമാണ്. അതിലെനിക്ക് ആദ്യം വെച്ചിരുന്നൊരു വേഷം ഒരു പള്ളിയിലച്ഛൻ്റെ വേഷമാണ്. പക്ഷേ ഈ പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തമാശക്കാരനാണ്. അത്യാവശ്യം മദ്യപിക്കും, ചീട്ട് കളിക്കും. പിന്നെ ഈ കുളക്കടവയിൽ ആരെങ്കിലും കുളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി മാമോദിസ ബലമായിട്ട് പിടിച്ച് മുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതെന്നോട് ഡെന്നിസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞു, ഡെന്നിസ് അങ്ങനെ ഒരു സംഭവം ഇല്ല ക്രിസ്ത്യാനിറ്റിയിൽ. ഇത് ഇങ്ങനെ ബലമായിട്ട് മാമോദീസ മുക്കുന്ന ഒരു സംഭവം ഇല്ല, അതുകൊണ്ട് ഞാൻ ആ കഥാപാത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ നമുക്ക് ആ ക്യാരക്ടറെ വേണ്ടെന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ മധുസാറിനെ കൊല്ലുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പിന്നെ അതിൽ ചെയ്യുന്നത്. ഒരു പള്ളിയിലച്ഛൻ എന്ത് പെട്ടെന്ന് ഒരു കൊലപാതകയായിട്ട് മാറി എന്നുള്ളതാണ് അല്ലേ? അതൊക്കെയാണ് നിമിത്തം എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ ഏതാണ്ട് 15 അധികം സിനിമ, 15 കൂടുതൽ സിനിമകൾ മമ്മൂക്കയുമായിട്ട് ബന്ധപ്പെട്ട്. ഈ സരോവരം എന്നൊക്കെ പറയുന്ന നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സിനിമകൾ ഇവരുടെ കോമ്പിനേഷനിൽ വന്ന് സൂപ്പർ ഹിറ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഫാന്റം ബൈലി എന്ന് പറയുന്ന അല്ലേ, ഫാന്റം ബൈലി എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുണ്ട്. ഒളിയമ്പുകൾ, മഹാനഗരം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സിനിമ, സംഘം, എത്രയോ സിനിമകളാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. ഒരു എഴുത്തുകാരൻ തന്നെ ഒരു നടന്റെ 15 പടം വളരെ റയറാ അത്.
ഇപ്പൊ അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല അല്ലേ? വീണ്ടും സായം സന്ധ്യ ഇതൊക്കെ അത് അവരുടെ കോമ്പിനേഷനിൽ വന്ന സാധനം. വന്നിട്ടുള്ള സിനിമകളാണ്. അതെ. ഒരേ എഴുത്തുകാരൻ ഇത്രയും ഒരു സംവിധായകനും ഉണ്ട് കേട്ടോ. ഇവർക്കെല്ലാം അങ്ങനെ ഈ പഴയ ബാച്ചിലുള്ള എല്ലാവർക്കും 10-ലധികം സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനും ഹീറോയും ഉണ്ട്. ഇനി അതൊരു ലാലേട്ടന്റെ സിനിമകളും അത്രയ്ക്കത്തെ സിനിമകള് ഉണ്ട്. വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, അതെ അതെ, രാജാവിന്റെ മോൻ, ഇന്ദ്രജാലം, രാജാവിന്റെ മകൻ, അപ്പു, അങ്ങനെ കുറെ അപ്പു, ഗാന്ധർവം, എത്രയോ സിനിമകൾ ചെയ്ത് ഈ 2 താരങ്ങളെയും വെച്ച് ഇത്ര 10-15 പടങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് എഴുതുമ്പോ അപ്പുറത്ത് ഒന്ന് ഇപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പുറം ഇപ്പുറം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. നമ്പൂരി സാർ അവിടെ ലൊക്കേഷൻ ചെല്ലുമ്പം നടനായിട്ടാണ് ചെല്ലുന്നതെങ്കിലും അധ്യാപകനാണല്ലോ. നമുക്കൊക്കെ ഇപ്പോഴും എന്തൊക്കെ വന്നാലും നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇരുന്നെടുത്ത് എണീറ്റ് പോവുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അധ്യാപകർ പലപ്പോഴും ഇരുന്നോളം പറഞ്ഞാലും ഉണ്ട്. അപ്പോൾ ഈ അധ്യാപകനെ ഡയറക്റ്റ് ചെയ്യുമ്പം ഇപ്പം ഒരു നടൻ എന്നുള്ള നിലയിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്ന നമ്പൂരി സാറിന് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുമ്പം വിദ്യാർത്ഥിയുടെ വിനയം ഉപയോഗിക്കുമായിരുന്നോ അതോ എഴുത്തുകാരന്റെ ഒരു പവർ തന്നെയാണോ പറഞ്ഞു തന്നോണ്ടിരുന്നത്? അല്ലല്ല, ഡെന്നിസ് ആ സീനിലേക്ക് വരാറില്ല. ഞാൻ അഭിനയിക്കുന്ന സീനില് എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിയാണ്. പക്ഷെ നേരെ ഫ്രണ്ടിലെങ്ങും വരില്ല, ക്യാമറയുടെ ബാക്കിലും കാണുകയല്ല. ജോഷി സാറിന്റെ സിനിമയിലാണല്ലോ ആദ്യമായിട്ട് ഞാൻ കമേഴ്ഷ്യൽ സിനിമയിൽ വരുന്നത്, നരക്കൂട്ട്. അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ ഡെന്നിസ്. ഗുരുദക്ഷിണ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഡെന്നിസ് പറഞ്ഞതായിട്ടറിയാം, ഇത് ഞാൻ എൻ്റെ സാറ് നമ്പൂരി സാറിന് കൊടുക്കുന്നത് ഗുരുദക്ഷിണയാണ്. ആ കാസ്റ്റിങ് ഒരിക്കലും ആ സീനിൽ ഡെന്നിസിനെ നമ്മളിങ്ങനെ ഒരു കട്ട് പറഞ്ഞു കേട്ട് ഇങ്ങനെ പരത്തി നോക്കിക്കഴിഞ്ഞാൽ ഡെന്നിസിനെ അവിടെ എവിടെയും കാണുകയില്ല. ഞാൻ ഓർക്കുന്നു, എന്താ ഈ മനുഷ്യൻ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്നോട് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് പറയരുതേ, കാണുമല്ലോ അവിടെ. പക്ഷേ അന്ന് രാത്രിയിലോ മറ്റോ നമ്മൾ മുറിയിലേക്ക് ചിലപ്പം വിളിച്ചു പറയും, സാറേ ഇന്ന കാര്യം കുഴപ്പമില്ല, പക്ഷേ അത് ഇനിയിപ്പോൾ നാളെ എടുക്കാൻ പോകുന്ന വേറൊരു സീനായി, ഇന്നതായിരിക്കും സംഭവം, കുറച്ചുകൂടി ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ 2-ാമത്തെ ദിവസം ആ ശ്രദ്ധ മോശമായിപ്പോയി എൻ്റെ. അത് കഴിഞ്ഞിട്ട് അപ്പം ആ സീൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു ജോഷി സാറ്. ശ്രദ്ധ മോശമായിപ്പോയോ? ശ്രദ്ധ മോശമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഡെന്നിസ് പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് ആ സീൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു ജോഷി സാർ. വേറെ സീൻ ആർട്ടിസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. രാത്രി എന്നെ വിളിച്ചു, സാറേ ഉറങ്ങിയോ? ഇല്ല ഉറങ്ങിയില്ല. എന്നല്ലേ ഒരു 2 അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക, നാളെ പറയാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ടെൻഷൻ വേണ്ട, റിലാക്സ് ചെയ്യൂ. അതാണ് ഇപ്പൊ മോഹൻ ജോസേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, ഒരു പള്ളിയിലച്ഛൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ കഥാപാത്രത്തെ മാറ്റി. സാധാരണ ഒരു കഥാപാത്രം മാറുമ്പോ ആർട്ടിസ്റ്റും മാറും. ഇല്ല, എന്നെ ആ പടത്തില് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കഥാപാത്രത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അതും ഉപേക്ഷിച്ചു. പിന്നെ 3-ാമത് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, ഇത് അഡ്വാൻസും കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു വണ്ടി വരും, അത് കയറി വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ല, പോയി ചെയ്തു. ഈ ഡെന്നിസേ എഴുതാൻ വിമുഖനാ. റൈറ്റിംഗ് എന്നുള്ള ഇതുണ്ടല്ലോ, ആ പ്രോസസ്സ് വിമുഖനാ. അതുകൊണ്ട് പലപ്പോഴും എഴുതുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പലപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള പേരല്ല, സ്ക്രിപ്റ്റ് പറയുന്നയാളെന്നുള്ള രീതിയിൽ വേണം എനിക്ക് റെക്കോർഡിംഗ് അതാണ് പറഞ്ഞത്. അത് എല്ലാം അത് എഴുതിക്കുകയാണെങ്കിൽ തന്നെ അസിസ്റ്റൻസിനെ കൊണ്ട് എഴുതിക്കുള്ളൂ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, സീൻ 1 ഇന്നത് സംഭവം 1 ലൈൻ ഉണ്ടാവുമല്ലോ, എന്നിട്ട് പുള്ളി അങ്ങ് പറയുകയാണത്. അതിൻ്റെ ഡയലോഗ്, ഇന്നയാളുടെ ഡയലോഗ്, മറ്റേ ഡയലോഗ്. ഈ ഡയലോഗ് പറയുന്നതിൻ്റെ കൂടെ ഡെന്നിസ് അഭിനയിക്കുകയും ചെയ്യും. അഭിനയിക്കെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഓവറാ പുള്ളിയുടെ അഭിനയങ്ങൾ. സ്വതേ നമ്മളോട് വർത്തമാനം പറയുമ്പോഴും അതെ, ഈ മുഖത്തെ മസിൽസൊക്കെ അങ്ങനെയൊക്കെ ഇല്ലേ, വർത്തമാനം പറയുമ്പോൾ ഒരു ഓവർ ആക്ഷൻ കാണിക്കുന്ന ആളാ. ഈ അദ്ദേഹത്തിന്റെ അവതരണത്തെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. മറ്റൊരു ചാനലിൽ അദ്ദേഹം ഇങ്ങനെ അനുഭവ കഥകൾ പറയുന്ന എപ്പിസോഡുകൾ നമ്മൾ കാണുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള പോലെ തന്നെ എഴുതിയ കഥയോ കഥാസന്ദർഭങ്ങളോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനേക്കാളും ജീവിച്ചു തീർത്ത കഥാസന്ദർഭങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലുണ്ടായ കഴിഞ്ഞുപോയ സന്ദർഭങ്ങൾ അദ്ദേഹം പറയുന്നത് വളരെ രസകരമായിട്ടാണ്. നമ്മൾ കേൾക്കുന്ന ആൾക്ക് അത് മുഴുവൻ അതിൻ്റെ ഒരു വിഷ്വലും ഒരു കാലഘട്ടവും. ഇപ്പം ഞാൻ നേരത്തെ സുരേഷ് ബാബു സാറ് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ അവിശ്വസനീയമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ വളരെ വിശ്വസനീയമായ ഒരു അവതരണം അതിന് അതെ ഉണ്ടാവണം.
ഒരു അവതരണം അതിനുണ്ടാകണം. ആ അവതരണത്തിലൊക്കെ വിദഗ്ധനായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് അല്ലേ? സാധാരണ ഇന്റർവ്യൂ പോലും കൊടുക്കാത്ത ആളാണ്. എനിക്ക് ആ ചാനലിൻ്റെ ആ ഇന്റർവ്യൂ കണ്ട് അത്ഭുതം തോന്നി. പക്ഷെ അത് റെക്കോർഡായിട്ട് ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ഇപ്പോഴും ഫീലാണ്. ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തത് അദ്ദേഹമാണ്. ആ ചാനലിൽ ആ ഇന്റർവ്യൂ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തത് അദ്ദേഹമാണ്. ഈ അവസാന നാളുകളിൽ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത് അദ്ദേഹത്തിന്? ഞാൻ മിക്ക ദിവസവും കാണും, അതിലെ പോണ വഴി കയറും, വിളിക്കും. ആ സമയത്ത് മോൻ ജോസഫിന് വിളികളൊക്കെ ഇല്ലേ? വിളികളുണ്ട്, സംസാരിക്കും. പക്ഷെ പുള്ളി അങ്ങനെ നിരാശനൊന്നും ആയിരുന്നില്ല. ആ, ഒരു കാര്യത്തിലും അങ്ങനെ പടം ഇല്ലാണ്ട് ഒന്നും. ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഉം. പുള്ളി പറഞ്ഞിട്ട് ആ, എന്നോട് പറയും നിങ്ങളുടെ കൈയക്ഷരം നല്ലതാണ്, ഞാൻ എഴുതിയാൽ ഒന്നും മനസ്സിലാവില്ല, ഒന്ന് എഴുതി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു ദിവസം എഴുതിപ്പിച്ചു. കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം നന്നായിട്ട് പോകുന്നു. വൈഫ്, 3 കുട്ടികൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്മനസ്, അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയാണ് ഫുൾ മുമ്പിൽ നിന്ന് സുരേഷ് ഗോപിയാണ്. പിന്നെ മമ്മൂക്കായുടെ സപ്പോർട്ട്, മോഹൻലാലിൻ്റെ സപ്പോർട്ട്, ബാക്കി എല്ലാ ആൾക്കാരുടെയും ഭീകരമായ ഒരു സപ്പോർട്ട് ആ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി എവിടെയാണ് ഡെന്നിസിൻ്റെ സ്ഥാനം എന്നുള്ളത്. ഈ ഓർമ്മ പങ്കുവെക്കുന്നതിനിടയിൽ എവിടെയോ പറഞ്ഞതുപോലെ ഒരു എഴുത്തുകാരൻ, ചലച്ചിത്ര പ്രവർത്തകൻ, സംവിധായകൻ ഒക്കെ പലപ്പോഴും അവർക്ക് ശേഷവും അവരുടെ കഥാപാത്രങ്ങളിലൂടെ, മുഹൂർത്തങ്ങളിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ നമുക്കിടയിൽ ജീവിക്കും. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് ഈ എപ്പിസോഡിലുടനീളം നമ്മൾ പങ്കിട്ടത്. ഒരുപാട് മലയാള സിനിമയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ അതിൽ പലതവണ ആവർത്തിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുടെ പിന്നിൽ ചലിച്ച തൂലികയെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡിലുടനീളം ഓർത്തു. ജോസേട്ട, ദേവേട്ട, സുരേഷ് ബാബു ചേട്ട, തിരുമേനി സാർ, നമ്മളൊരു ആൽബം സൈൻ ചെയ്യുന്ന ഒരു ചടങ്ങൂടെ ഉണ്ട്. അതിലേക്ക് കിടക്കാം. ഒരു രസതന്ത്ര വിദ്യാർത്ഥി രചനയുടെ രസതന്ത്രം നമ്മളെ അനുഭവിപ്പിച്ചത് പല തവണകളായിട്ടാണ്. ഒരു പരീക്ഷണശാലയിൽ എന്നതുപോലെ പലതും ചേർത്ത് സിനിമയുടെ രാസപ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത് എത്രയോ തവണകളിലാണ്. സിനിമയുടെ എല്ലാ മൂലകങ്ങളെയും ഒത്തുചേർത്ത് അത്ഭുതങ്ങൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു എഴുത്തുകാരൻ. ഡെന്നിസ് ജോസഫ് എന്ന അതുല്യനായ ആ എഴുത്തുകാരന്റെ നല്ല ഓർമ്മകൾക്ക് ശേഷം ഇതിന്റെ തുടർച്ചയിൽ ഇനി നമ്മൾ യാത്ര ചെയ്യുക സംഗീതത്തിലൂടെയാണ്.